ഹലോ എവ്രി വൺ, വെൽക്കം ടു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ISROയുടെ കീഴിൽ JRF പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട്. ISRO ഇസ്രോയുടെ കീഴിൽ തന്നെ ബാംഗ്ലൂർ പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് പോസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. JRF റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അതിലേക്ക് പോസ്റ്റ് വിളിച്ചിട്ടുള്ളത് ജൂനിയർ റിസർച്ച് ഫെല്ലോയും അതുപോലെ തന്നെ റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന 2 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ വാക്കൻസീസ് ക്ഷണിച്ചിട്ടുള്ളത്. ടോട്ടൽ 22 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം വാക്കൻസീസ് കുറവാണ് വന്നിട്ടുള്ളത്, എങ്കിൽ പോലും ഇത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വളരെ ഒരു ചെറിയൊരു വാക്കൻസി ആയിട്ട് കാണുകയും വേണ്ട. JRF എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ റിസർച്ച് അസോസിയേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ PhD എങ്കിലും കുറഞ്ഞത് ചെയ്തിരിക്കണം. അപ്പോൾ അത്രത്തോളം സ്പെസിഫൈഡ് കാറ്റഗറിയാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ JRFിലേക്ക് 20 വാക്കൻസിയും റിസർച്ച് അസോസിയേറ്റിലേക്ക് 2 വാക്കൻസീസും ആണ് അവർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് 22 മാർച്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 20 ഏപ്രിൽ വരെയാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി എല്ലാം മനസ്സിലായതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ബാംഗ്ലൂരാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾ വർക്കിംഗ് സ്റ്റേഷനും വരുന്നത്. അപ്പോൾ 22 മാർച്ച് തൊട്ട് 20 ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ JRF എന്ന് പറയുമ്പോൾ നോർമൽ ഡിഗ്രിയോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, MTech, MSc എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. അതിലൊക്കെ പ്രത്യേകിച്ചും റിലവൻറ്റ് ട്രേഡ്സ് എടുത്ത് പറയുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത റിസർച്ച് അസോസിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ PhD ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത്. ഒന്നീ PhD ചെയ്യണം, അല്ലെങ്കിൽ MTech ഒക്കെ കഴിഞ്ഞ ഒരു 3 വർഷം നിങ്ങൾക്ക് റിസർച്ച് എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവണം. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. ഇനി അടുത്ത ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് JRFന് വരുന്നത് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. JRFനാണെങ്കിൽ 28 വയസ്സും നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റുകൾ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്, നമ്മുടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ എക്സ് സർവീസ് മാനൊക്കെ അവർ പറയുന്ന അനുസരിച്ചുള്ള റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എക്സാം ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് എന്താണ് ഇന്റർവ്യൂ സെലക്ഷൻ ആണ് വരുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെറിറ്റ് സീറ്റിലായിരിക്കും കയറുന്നത്. അതായത് നിങ്ങളുടെ സ്കോളർഷിപ്പ് അനുസരിച്ച് നിങ്ങളുടെ എന്താണോ നിങ്ങൾ പഠിച്ചതനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്കോർ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ വരുന്നത്. സാലറി വരുന്നത് 37,000 തൊട്ട് 58,000 വരെ വരുന്ന ഒരു 60,000 റേഞ്ചിൽ നിൽക്കുന്ന സാലറി പാക്കേജിംഗ് ആണ്. 37,000 തുടങ്ങി 58,000 വരുന്ന സാലറി പാക്കേജ് ആണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ www.isro.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ISROയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആണ്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. ISRO JRF റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാണ് ഇത് വന്നിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ മെറിറ്റ് സീറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ഇന്റർവ്യൂ മിക്കവാറും ഇവിടെ വെച്ചിട്ടായിരിക്കും, നമുക്ക് ബാംഗ്ലൂർ വെച്ചായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് വാക്കൻസി 20. മസ്റ്റ് ഹാവ് ക്വാളിഫൈഡ് എന്തായിരിക്കണം, നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് നിങ്ങൾ ക്വാളിഫൈ ആയ സ്റ്റുഡൻസ് ആയിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് അവർ എടുത്തു പറയുന്ന കാര്യമാണ് കേട്ടോ. റിസർച്ച് ഫെല്ലോ JRF എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈ ആയവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് ആണ്. റിസർച്ച് അസോസിയേറ്റ് ആകുമ്പോൾ നിങ്ങൾ റിസർച്ചിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിസർച്ചുകൾ ഇതിന് ശേഷം നിങ്ങൾ MSc ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ISRO JRF റിക്രൂട്ട്മെന്റ് 2025 ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് നമുക്ക് അതാണ് നോക്കേണ്ടത്. ജൂനിയർ റിസർച്ച് ഫെല്ലോ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കണം. എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജിയോ അല്ലെങ്കിൽ MSc എഞ്ചിനീയറിംഗോ അങ്ങനത്തെ റിലവൻറ്റ് ഫീൽഡിൽ 60% മുകളിൽ മാർക്കുള്ളവർ മാത്രം, 60% മുകളിൽ മാർക്ക് ഉണ്ടാവണം. CGP അല്ലെങ്കിൽ ഇപ്പോൾ CGP ഗ്രേഡ് നോക്കുകയാണെങ്കിൽ 6.5 മുകളിലോട്ടുള്ള മാർക്കുകാർക്കാണ് ഇതിലേക്കുള്ള ചാൻസ്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഓരോരോ പോസ്റ്റ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. JRFന്റെ 1, 2, 3 അങ്ങനെ ഒരു കാറ്റഗറൈസേഷനാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ PDF നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കുക. ആ PDF കയറി ഒന്ന് നോക്കുക
എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ കമന്റിൽ പിൻ ചെയ്തിരിക്കുക, അതിൽ കയറി ഒന്ന് നോക്കുക നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, അതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സ്കോറും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കാൻ. 60% മാർക്സ് ആണ് അവർ മിനിമം ക്രൈറ്റീരിയ പറയുന്നത്, അല്ലെങ്കിൽ CGPA 6.5 അല്ലെങ്കിൽ 6.84 ഒക്കെ പറയുന്ന കാറ്റഗറൈസേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അതിൻ്റെ ഒപ്പം തന്നെ റിസർച്ച് അസോസിയേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഒന്നീ PhD ചെയ്തവരായിരിക്കണം, ഡോക്ടറേറ്റ് ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, മാസ്റ്റേഴ്സ് എഞ്ചിനീയറിംഗിലോ MTechലോ വിത്ത് എന്ത് വേണം, നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്ത് എത്ര വർഷത്തെ 3 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒപ്പം എന്ത് വേണം, SCI പബ്ലിക്കേഷൻ, ഈ റിസർച്ച് പേപ്പർ പോലെയുള്ള ഒരു പേപ്പർ പബ്ലിക്കേഷനും നിങ്ങൾ ചെയ്തിരിക്കണം. ഒന്നേ നിങ്ങൾ PhD ചെയ്തവരായിരിക്കണം, അതായത് നിങ്ങൾ 5 വർഷമോ എത്രയോ വർഷം എടുത്ത് PhD ചെയ്തവരായിക്കോട്ടെ, നിങ്ങളുടെ എന്ത് റിലവൻറ്റ് ഫീൽഡ് ആയിക്കോട്ടെ, ആ റിലവൻറ്റ് ഫീൽഡ് PhD ചെയ്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, MTech അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷത്തിന്റെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ റിസർച്ച് നിങ്ങൾ എന്തിനാണോ റിസർച്ച് ചെയ്ത് അതിന്റെ ഒരു പബ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റിലവൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് JRFനും റിസർച്ച് അസിസ്റ്റന്റിനും പറയുന്ന ഫീൽഡുകൾ, ഒന്ന് മൈക്രോ ഇലക്ട്രോണിക്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, IT ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, പവർ ഇലക്ട്രോണിക്സ് ഇത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ MScയിലെ സബ്ജക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വന്ന 2 സബ്ജക്ട് ഏതൊക്കെയാണ്ടാ, നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും ആണ് നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അതിനുശേഷം PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ISRO വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ISRO എന്ന് പറയുന്നത്. അപ്പം അതിലേക്കുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു സാലറി പാക്കേജിൽ ഭയങ്കരമായിട്ടുള്ള അലവൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അതിലാണ് മനസ്സിലാക്കേണ്ടത്. ഫിസിക്സ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, VLSI എന്ന് പറയുന്നത്, പിന്നെ ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന റിലവൻറ്റ് നമ്മുടെ റിസർച്ച് അസോസിയേറ്റിലും JRFനും പറയുന്ന അനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂളിംഗ് അവർ അയച്ചു തരും. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ സ്കോളർഷിപ്പ് നിങ്ങളുടെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മെറിറ്റ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരെ അപ്ലൈ ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഇന്റർവ്യൂ കോൾ ലെറ്റർ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ മെയിലായിക്കോട്ടെ, നിങ്ങളുടെ മെസ്സേജ് വഴിയൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഫീസ് ഒന്നും ഇല്ല, അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇന്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്ത് അയക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നന്നായിട്ട് മനസ്സിലാക്കി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.